ഹായ് ഓൾ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു സന്തോഷമുള്ളൊരു ദിവസമാട്ടോ. മുമ്പ് ഞാൻ ഒരു ATC മെറൈൻ ബോട്ട് ബിൽഡിംഗ് LLC എന്നൊരു കമ്പനിയെക്കുറിച്ച് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ബോട്ട് നിർമ്മാണ കമ്പനി. ആ വീഡിയോ നമ്മൾ വെറുതെ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞ് അങ്ങനെ ഒരു സ്ഥലത്ത് ബോട്ട് മൂപ്പര് ഷോപ്പിൻ്റെ അടുത്ത് തന്നെയാണ് സനയിൽ. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ബോട്ട് സർവീസ് ചെയ്യുന്ന സ്ഥലമുണ്ട്, നിനക്ക് വീഡിയോ എടുക്കണമെങ്കിൽ വാന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ കൂട്ടിക്കൊണ്ട് പോയതാണ്. അന്നത് വീഡിയോ എടുത്തു, ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണാം. അപ്പം അന്ന് അവിടെ പോയപ്പോൾ അവിടുത്തെ ഓണർ നല്ല സഹകരണമായിരുന്നു. എന്താ പറയുക, അവിടെയുള്ള പണിക്കാരൊക്കെ മാറ്റി തന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി എല്ലാ സൗകര്യങ്ങളും അന്ന് അദ്ദേഹം ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ പിന്നെ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റയിലിട്ട് അത് എല്ലാവരും അധികം ആൾക്കാർ കാണാനൊക്കെ ഇടയായിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡിനോട് ഇടയ്ക്ക് പറയാറുണ്ട്, ബോട്ടൊക്കെ കുറേ വർക്ക് കാര്യങ്ങളൊക്കെ വരുമ്പോൾ വന്ന് എടുത്തോളാൻ പറയാറുണ്ട് എന്നോട്. പക്ഷേ എനിക്കപ്പോൾ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ നാട്ടിൽ പോയി. അപ്പോൾ നാട്ടിൽ പോയ സമയത്തും അദ്ദേഹം ഹസ്ബൻഡിനോട് പറയുന്നുണ്ടായിരുന്നു, അപ്പോൾ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പര് എല്ലാം വെറുതെ പറഞ്ഞപ്പോൾ ഇന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് നമ്മൾ അവിടെ പോയിട്ട് വീഡിയോ ഒക്കെ എടുത്തു. അതായത് എന്താ പറയുക, ഇത് ശരിക്കും പറയുകയാണെങ്കിൽ അന്ന് ഞാൻ വെറുതെ എടുത്ത വീഡിയോ ഇന്നൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. കാരണം നമ്മൾ ഒരു പ്രൊമോഷനായിട്ടൊന്നും ചോദിച്ചതോ പ്രതീക്ഷിച്ചതോ ഒന്നുമല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സുകൊണ്ട് ഇതിൻ്റെ ഓണർ മൂപ്പർക്ക് ഒരു എമൗണ്ട് കൊടുത്തു, എന്നിട്ട് വന്ന് ചെയ്തോളാൻ പറഞ്ഞു. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഇതാണ്, പ്രതിഫലമാണ് കിട്ടിയത്. അപ്പം അതിൽ ഭയങ്കര എന്താ പറയുക, ആദ്യത്തെ എൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോ കൂടിയാണിത്. ആ ഒരു സന്തോഷമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. കാരണം യൂട്യൂബ് മോണിറ്റൈസേഷൻ ആയ ശേഷം എനിക്ക് 1 മന്ത് കൊണ്ട് തന്നെ എൻ്റെ മോണിറ്റൈസേഷൻ എമൗണ്ട് കയറിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പ്രതീക്ഷിച്ചതിലപ്പുറം എനിക്കത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും $100 ആവാൻ കുറേ പ്രയത്നിക്കാറുണ്ട്, പക്ഷേ എനിക്ക് അതിലപ്പുറം എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതാണ് എൻ്റെ യൂട്യൂബ് ആദ്യത്തെ വരുമാനം. പക്ഷെ അതെനിക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ നാട്ടിലുള്ള സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാനിവിടെ ഇരുന്നിട്ടാണ് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തത്, അല്ല മോണിറ്റൈസേഷനൊക്കെ കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽസൊക്കെ മൂപ്പര അക്കൗണ്ട് കാര്യങ്ങളായതുകൊണ്ട് എനിക്ക് നാട്ടിൽ നിന്നൊന്നും എടുക്കാനോ പിടിക്കാനോ പറ്റിയിട്ടില്ല. അപ്പോൾ ആ വീഡിയോ എനിക്ക് ഷെയർ ചെയ്യാനും പറ്റിയിട്ടില്ല. പക്ഷേ എനിക്കിപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ ഒരു അധ്വാനത്തിൻ്റെ പ്രതിഫലം എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ ശരിക്കും പറയാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഒരു എമൗണ്ടാണ് എനിക്ക് കിട്ടിയതും. അപ്പോൾ അദ്ദേഹം എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ മനസ്സ് എത്രത്തോളം വലുതാണോ അത് ഇവിടെ എനിക്ക് പറയാൻ സാധിക്കും. കാരണം അത് എമൗണ്ടിലോ കാര്യത്തിലോ അല്ല, അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വലിപ്പമാണ് നമ്മളിപ്പോൾ കാണേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ ആദ്യ പ്രൊമോഷൻ വീഡിയോ കൂടിയാണ്. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ അവിടെ എത്തിയ നിമിഷം മുതൽ സ്ഥാപനത്തിൻ്റെ ഓണറും സ്റ്റാഫും ഒക്കെ വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടു കൂടി സ്വീകരിച്ചിട്ടോ. അവരൊരുപാട് സഹകരിച്ചു. വീഡിയോ മികച്ചതാക്കാൻ വേണ്ടി എല്ലാവരും മനസ്സറിഞ്ഞ് സഹകരിച്ചിട്ടുണ്ട്. അവരുടെ ആത്മാർത്ഥയും പെരുമാറ്റവും എന്നെ വളരെയധികം എന്താ പറയുക സ്പർശിച്ചിട്ടുണ്ട്. ഞാൻ വലിയൊരു യൂട്യൂബറോ അങ്ങനെ ഒന്നുമല്ല കേട്ടോ. എന്നിട്ടും എന്നിലുള്ള വിശ്വാസം കൊണ്ട് വീണ്ടും വീണ്ടും അവസരം നൽകാൻ എന്നെ ഈ പരിശ്രമത്തിന് വിലമതിക്കുകയും ചെയ്ത് എനിക്ക് വലിയൊരു പ്രചോദനമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് എത്ര ഈ ഓണറോട് എന്താ പറയുക നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇതിപ്പോൾ ഒരു എന്താ പറയുക, ഒരു ബോട്ടിംഗ് സർവീസ് നിർമ്മാണ ഒരു കമ്പനിയാണ്. അതായത് ATC മെറൈൻ ബോട്ട് ബിൽഡിംഗ് എന്നൊരു സ്ഥാപനം. അപ്പോൾ അവിടെ വന്നിട്ട് ഇപ്പോൾ അവിടുത്തെ ബോട്ട് പല ഓരോരോ ഘട്ടങ്ങളാണ്, ബോട്ടുകൾ എടുക്കുന്ന ഓരോ ഘട്ടങ്ങൾ. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഓരോരോ ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരുന്നത്. പക്ഷേ ഇതിന് കോസ്റ്റ് കാര്യങ്ങൾ ഒന്നും അറിയില്ല, നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇൻഷാ അല്ലാ ഇത് അവർ എക്സ്പോർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ഇവിടുന്ന് ലോഡിങ് ചെയ്യുന്ന സമയത്ത് വീഡിയോസ് വന്ന് എടുക്കണം എന്നുണ്ട്. അപ്പോൾ അവരത് പറഞ്ഞിട്ടുണ്ട്. അത്
ഈ ഇത് പിന്നെ എന്താ പറയുക, അതിൻ്റെ എൻജിനുകളുണ്ടല്ലോ, പുതിയ എൻജിൻ അതിനെ ഫിറ്റ് ചെയ്യാനുള്ളതാന്ന് തോന്നുന്നു. പിന്നെ ഇത് പുതിയ ബോട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ പോയിട്ട് എടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മൾ പിന്നെ ഇവിടെ എത്തിയ സമയത്ത് എന്താ പറയുക, ഓണർ എത്തിയിട്ടില്ലായിരുന്നു. അദ്ദേഹം പിന്നായിരുന്നു വന്നത്. പിന്നെ ഇതാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ മെയിൻ ഓണർ, ഈ ഒരു കമ്പനീൻ്റെ. അപ്പം ഇദ്ദേഹമാണ് എനിക്ക് ഇത്ര നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നത്. പിന്നെ എന്താ പറയുക, ഇവിടെയുള്ള നല്ല സ്റ്റാഫുകൾ, അവരൊക്കെ മുന്നേ ഉള്ള വീഡിയോ ഒക്കെ കണ്ടിട്ട് അവർ നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്നും കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ട് ഇടുന്നുണ്ട്. കുറേ സ്റ്റാഫുകളുണ്ട്, പക്ഷെ എല്ലാവരെയും എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഇവിടെ താഴെയുള്ള കുറച്ച് ആൾക്കാരെ നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അവരൊക്കെ കുറച്ച് ഞാൻ അധികം എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആ ഷിപ്പിൻ്റെ മുകളിൽ നമ്മൾ കയറുന്നുണ്ട്, അതിൻ്റെ ഉൾഭാഗമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം എന്താ പറയുക, ഇതിൻ്റെ പണികളെ കുറിച്ചിട്ടൊന്നും എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല കേട്ടോ. കാരണം ഇവിടെ കുറേ പാർട്സുകളൊക്കെ കാണുന്നുണ്ട്. അവർ പുറമേ നിന്ന് പണിയെടുത്തിട്ട് ഓരോരോ ഭാഗത്ത് ഫിറ്റ് ചെയ്യുന്നതായിരിക്കാം. ഇതിനെക്കുറിച്ചിട്ട് ഈ പണിക്കാർക്ക് ഇതൊക്കെ പറഞ്ഞുതരാൻ പറ്റുള്ളൂ. പിന്നെ അതുകൊണ്ട് ഞാൻ തെറ്റി പറയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൂടുതലൊന്നും പറയാത്തത്, ഇവിടുത്തെ വർക്ക് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇതിപ്പോൾ എങ്ങനെ കൊണ്ടുപോകും എന്നൊന്നും നമുക്ക് എന്താ പറയുക ചിന്തിക്കാൻ പറ്റും. ഇതെങ്ങനെ ഇത് ട്രക്കിലൊക്കെ എങ്ങനെ കയറ്റും എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഇതെന്താണെന്നുള്ളത് അറിയണം. ഇതെങ്ങനെ കൊണ്ടുപോകുന്നു, എവിടെയൊക്കെ. ഇത് തോന്നുന്നു എനിക്ക് കുറേ ദുഃഖം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം അവിടെയൊക്കെയാണ് തോന്നുന്നത് ഇറക്കുന്നത്. ഇവിടെ അടുത്തൊക്കെ ഉണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇത് ലോഡിങ് ചെയ്യുന്നത് മസ്റ്റായിട്ട് കാണണം. കാരണം ഇതാ ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ഉള്ളിലത്തെ വർക്കുകളാട്ടോ, അതിൻ്റെ ഉള്ളിൽ ഉള്ള വർക്കിൻ്റെ ഭാഗമാണത്. അപ്പോൾ ഇത് എങ്ങനെ കൊണ്ടുപോകുന്നു, എവിടെ ഇറക്കുന്നു എന്നൊക്കെ എന്നോട് മുന്നേ ഞാനിട്ട വീഡിയോയിൽ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതാരുമല്ല, നമ്മൾ അസ്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെവിടാണ്, എങ്ങനെയാണ് ഇത് ഇറക്കുന്നത്, ലോഡ് ചെയ്യുന്നതൊക്കെ ഒന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഈത്തപ്പഴത്തിൻ്റെ ഞാറ്റുണ്ട്, പച്ചക്കാരൊക്കെ ഉണ്ടായ സമയത്തുള്ള, അപ്പോൾ അത് പഴുത്താൽ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിപ്പോൾ ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല. കാരണം ഞാൻ നാട്ടിൽ പോയി വന്നതിന് ശേഷം അത് സംഭവം അവിടെ ഉണ്ടോ ഇല്ലയെന്നുള്ളത് എനിക്കറിയില്ല. പഴുത്ത് പോയിട്ടുണ്ടെങ്കിൽ പറിച്ചു പോയാൽ എനിക്ക് എടുക്കാൻ പറ്റില്ല. എന്തായാലും ഞാൻ അവിടെ പോയി നോക്കുന്നുണ്ട്, അതെന്തായാലും ഒന്നും കൂടി ഇടണം. അന്ന് പച്ചയായിരുന്നു, ഇന്നിപ്പോൾ പഴുത്തിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിലത്തെ ഇതൊക്കെ വീഡിയോ എടുത്ത് ഞാൻ ഇറങ്ങാണ്. അപ്പം എന്തായാലും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ജീവിതത്തിൽ നേരിട്ട് കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതൊന്നും കാണാനുള്ള ഒരു അവസരം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത് എന്താ പറയുക, പിന്നെ ഇവിടെ ഈ രാജ്യത്ത് വന്നിട്ട്, നമ്മളെ നാട്ടിലും കൂടിയല്ല, നമ്മളിവിടെ മസ്കറ്റിൽ ഒമാനിൽ വന്നിട്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിയതിൽ ഞാൻ അത്ര ഭാഗ്യവതി തന്നെ കേട്ടോ. ഇങ്ങനത്തെ കാര്യത്തിൽ ഞാൻ നല്ല ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ കൂടിയാണ്. പ്രൊമോഷൻ എന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹം വന്ന് എടുത്തോളാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ വന്ന് എടുത്തതാണ്. പക്ഷെ പ്രതിഫലമൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അദ്ദേഹം തന്നു, സന്തോഷത്തോടു കൂടി ഞങ്ങളത് വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഫസ്റ്റത്തതല്ലേ, അപ്പം അത് എന്തായാലും അതിനൊരു ബർക്കത്ത് പഠിച്ചോൻ തരട്ടെ. അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ട് തന്നെ ആ ഒരു ബർക്കത്ത് ഉണ്ടാവട്ടെ. അപ്പം ഇത് അവർ എൻ്റെ വീഡിയോ കാര്യങ്ങളോ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ. അവർക്ക് ഗ്രൂപ്പിൽ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു മറ്റേ വീഡിയോ ഒക്കെ. അപ്പോൾ അവർ ഇൻസ്റ്റയിലാണല്ലോ കണ്ടത്. അപ്പോൾ ഇത് യൂട്യൂബിൽ ആണെന്ന് അവർക്ക് അത്ര അറിയില്ലാന്ന് തോന്നുന്നു. അപ്പോൾ യൂട്യൂബ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇത് കുറേ ഒമാനികളൊക്കെ ഉണ്ട് അവിടെ. പിന്നെ നമ്മൾ ഓണറോട് മാത്രമാണ് മൂപ്പര് കമ്പനി. അപ്പോൾ എന്താ പറയുക, അങ്ങനെയൊക്കെയാണ് ഓരോരോ ഇത്. കൂടുതൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ അറിയാത്തതുകൊണ്ടാട്ടോ ഞാൻ പിന്നെ ഓവർ പറയാത്ത, വെറുതെ തെറ്റി പറയണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ അതായത് നമ്മളെ എന്താ പറയുക, സ്റ്റാഫുകളൊക്കെ നല്ല സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ എവിടെ നാട്ടിലെന്നൊക്കെ ചോദിക്കാൻ മറന്നു പോയിട്ടുണ്ട്.
അപ്പോൾ അവർ മുന്നേ വീഡിയോ ഒക്കെ കണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. സബ്ബൊക്കെ ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ ഒരു ചാനൽ എടുത്തു കൊടുക്കാൻ തോന്നുന്നു, എന്താ അറിയില്ല. ഞാൻ പിന്നെ ചാനൽ ഇത് ഫോർമാനാട്ടോ, തൊപ്പിട്ട ആൾ ഫോർമാനാണ്. മൂപ്പർക്ക് എടുത്തു കൊടുത്ത്. അപ്പോൾ ഇവരൊക്കെ യൂട്യൂബിൽ ഇനി നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ വേറെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. എന്തായാലും ജീവിതത്തിൽ മറക്കാനാവാത്ത ഓരോരോ സംഭവ വികാസങ്ങൾ നമ്മൾ അറിയാതെ എത്തിപ്പെടുന്നതാണ്. അതിലൊരു സന്തോഷമാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഓരോരോ ചെറിയ വിജയം വലിയ സ്വപ്നങ്ങളിലേക്കുള്ള ഒരു പുതിയ ചുവടുവെപ്പാണ് അല്ലേ, അങ്ങനെയല്ല പറയാറ്. അതേപോലെയാണ് ഇപ്പോൾ ഇത് എൻ്റെ ഒരു ഓരോരോ എൻ്റെ പുതിയൊരു ചുവടുവെപ്പാണിത്. പിന്നെന്താ, എന്തായാലും കുറേ ഞാൻ യൂട്യൂബ് മോണിറ്റൈസേഷന് കുറച്ച് ഇതായെങ്കിലും എനിക്ക് ആ ഒരു എമൗണ്ട് എനിക്ക് എടുത്ത് യൂസാക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. പക്ഷെ ഇതെൻ്റെ കൈകളിൽ എത്തിപ്പെട്ട ഫസ്റ്റ് എൻ്റെ യൂട്യൂബിൻ്റെ വരുമാനം എൻ്റെ കൈകളിലേക്ക് എത്തിപ്പെട്ടത് ഈ ഒരു പ്രൊമോഷൻ വീഡിയോയിലൂടെ കേട്ടോ. അപ്പോൾ ഇതതിൻ്റെ ഒരു താഴെ ഭാഗമാണ്. അവിടെ ഒരു പാലം പോലെ കാണുന്നില്ലേ, അത് ബോട്ടിൻ്റെ അടിവശാന്ന് തോന്നുന്നു. അങ്ങനെ അടിയിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഭാഗമാണത്. ഇത് വേറൊരു ബോട്ട്, അതിൻ്റെ ഉള്ളിൽ കണ്ട ഒരു അറകൾ അതൊക്കെ ഞാൻ മറ്റേ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ അറൻ്റെ ഉള്ളിലാണ് മീനുകളൊക്കെ സ്റ്റോറേജ് ചെയ്യുക. അത് നിങ്ങൾക്ക് അറിയായിരിക്കും, കണ്ടവർക്കൊക്കെ അറിയായിരിക്കും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ കണ്ടത് ബോട്ടിൻ്റെ അടിയിലാണ് ഈ മീനുകളൊക്കെ സ്റ്റോറേജ് ചെയ്യലൊക്കെ. അപ്പോൾ ആ ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു അത്. എന്തായാലും ഇതൊക്കെ ഇങ്ങനൊന്നും എടുക്കുന്ന ഞാൻ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യം, ഇതൊക്കെ നേരിട്ട് വന്ന് കാണാൻ പറ്റുമെന്ന്. അപ്പോൾ എന്താ പറയുക, പിന്നെന്താണ്, അവിടുത്തെ ആ നിമിഷം മുതൽ എന്താ പറയുക, അവിടുത്തെ ജീവനക്കാരും സ്ഥാപനത്തിൻ്റെ ഓണറും ഒക്കെ നല്ല സ്നേഹത്തോടെ ആത്മാർത്ഥയോടെ എന്നോട് സഹകരിച്ചിട്ടുണ്ട് കേട്ടോ. വീഡിയോ ചിത്രീകരണം എളുപ്പമാവാനും മനോഹരമാക്കി എടുക്കാനും വേണ്ടിയിട്ട് അവരൊരു ഇതുണ്ടല്ലോ, നമ്മളോടുള്ള ആ ഒരു സഹകരണം, അതന്നെ എന്നെ അവരുടെ ആ പിന്തുണ എനിക്ക് നല്ല സപ്പോർട്ടായിട്ടുണ്ട് കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞ ഇങ്ങനത്തെ ഈ സാധനത്തിലാണെന്ന് തോന്നുന്നു കയറ്റിയിട്ട് കൊണ്ടുപോകണമെന്ന് നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് മനസ്സിലാക്കിയ കാര്യമാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, എങ്ങനെ കൊണ്ടുപോകണമൊക്കെ ഒന്ന് കമൻസിൽ എഴുതണം കേട്ടോ. അപ്പോൾ ആ ഒരു സാധനം കണ്ടപ്പോൾ, ചക്രമുള്ള സാധനം കണ്ടപ്പോൾ അതിലേക്ക് കയറ്റി വെച്ചിട്ടാണോ കൊണ്ടുപോവുക എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ആയിരിക്കാൻ സാധ്യത ഇല്ല കേട്ടോ, എന്താന്നുള്ള അറിയില്ല. പക്ഷേ ബോഡിയുള്ള വലിയ ട്രക്കിലൊക്കെ കയറ്റാൻ ബുദ്ധിമുട്ടാവൂലേ. അപ്പം ഞാനിങ്ങനെ നമ്മളിങ്ങനെ ചിന്തിച്ചപ്പോൾ അതിലായിരിക്കും കൊണ്ടുപോകണമെന്ന് നമ്മളിങ്ങനെ വെറുതെ ജസ്റ്റ് ഇങ്ങനെ തിങ്ക് ചെയ്തതാട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ ഓരോന്ന് പണി കഴിഞ്ഞ ഓരോരോ ബോട്ടുകളാണ്. അപ്പം മെയിൻ ഒമാൻ്റെ ബിസിനസ് എന്ന് പറയുന്ന അറിയാലോ, ഫിഷാണല്ലോ ഇവരത് മെയിൻ. അപ്പോൾ ഇവിടെ അധികവും മീനൊക്കെ ദുബായിലേക്ക് കയറ്റി കൊണ്ടുപോകാറുണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ദുബായ് മാർക്കറ്റിലൊക്കെ ഞാനൊക്കെ പോയി വാങ്ങാറ്. ഒമാൻ മീൻ വന്നാലോ ഒമാൻ ലോഡ് വന്നാലൊക്കെ നമുക്ക് അറിയാൻ സാധിക്കാറുണ്ട്. കുറേ മീനുകൾ ഇവിടെ നിന്ന് കയറ്റി പോകാറുണ്ട്. അപ്പോൾ മെയിൻ ഈ രാജ്യത്തിൻ്റെ ബിസിനസ്സും ഈ ഫിഷാണല്ലോ. അപ്പോൾ അത് സംബന്ധമായിട്ട് കൂടുതൽ വർക്കൊക്കെ ഉണ്ടായതുകൊണ്ട് അവർക്ക് ഈ ബോട്ട് ബിസിനസ് ഇവിടെ എന്തായാലും നല്ല മൂവിങ് ആയിരിക്കും. എന്തായാലും നല്ലൊരു ബിസിനസ്സാണ് കേട്ടോ അത് ബോട്ടിൻ്റെ. കാരണം അവിടുത്തെ അവരെ മെയിൻ ഇതും അതാണല്ലോ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് അപ്പോൾ പിന്നെ മൂപ്പര് ഓണർ അവിടെ അതിൻ്റെ ബോട്ടിൻ്റെ മേലെ അവിടെ ഇരിക്കുന്ന കാണുന്നില്ല, അതാണ് കേട്ടോ ഓണർ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മൂപ്പര് ഓണറോട് കണ്ട് സലാം പറഞ്ഞ് നമ്മളങ്ങനെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇവിടെ അറിയിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.